ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി ശശികല ടീച്ചർ ചേരുകയാണ്. ശശികല ടീച്ചർ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം SITയുടെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായതാണ്. ഇപ്പോൾ ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതി രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ച് അങ്ങനെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ടീച്ചർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? സാധാരണഗതിയിൽ കേൾക്കുമ്പോൾ ഭക്തരെ സംബന്ധിച്ച് ഒരു ഞെട്ടലുണ്ടാകേണ്ട വിഷയമാണ്. നേരത്തെ പറഞ്ഞവർ നമ്മളാരും ഞെട്ടുന്നില്ല. കാരണം നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. ഇതിൽ പരമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മളെല്ലാവരും സംശയിച്ചതാണ്, പുറത്തു പറഞ്ഞതുമാണ്. കാരണം കട്ടവർ തന്നെ അന്വേഷിക്കുമ്പോൾ അതെങ്ങോട്ടാണോ പോവുക അങ്ങോട്ടിപ്പോ പോകുന്നത്. കട്ടവരും അതിന്റെ പങ്ക് പറ്റി, അല്ലെങ്കിൽ കക്കാൻ പറഞ്ഞവരും കട്ടവരും അതിന്റെ പങ്ക് പറ്റിയവരും അവർ തന്നെ അന്വേഷിക്കുന്ന ഒരു വളരെ വികൃതമായ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇത്തരം ഒരു സംഭവത്തെ, കാരണം ഭരണകൂടത്തിന് തന്നെ ഇതിന് നഗ്നമായ വിധത്തിൽ ഈ എല്ലാ നിയമലംഘനത്തിനും ഭരണകൂടം കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് വ്യക്തമായൊരു സാഹചര്യത്തിൽ ഇത് കേരളത്തിന് പുറത്തൊരു ഏജൻസി അന്വേഷിക്കേണ്ടതായിരുന്നു. അത് അന്വേഷിക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം തന്നെ അവിടെ വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുക. കാരണം ഇവിടെ നീതി നടപ്പാക്കാൻ സാധിക്കാത്തൊരു ജനാധിപത്യം എന്തിനാണ്? വോട്ടെടുപ്പിൽ ജനങ്ങൾ പങ്കെടുക്കുന്നു എന്നത് മാത്രമല്ലല്ലോ ജനാധിപത്യത്തിന്റെ മഹിമ. അവിടെ റൂൾ ഓഫ് ലോ നടക്കേണ്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റൂൾ ഓഫ് ലോ നടക്കണം. അതിലുപരിയായി നീതി നടപ്പാക്കി കിട്ടുന്നത്. ഇവിടെ നീതി നടപ്പാക്കാതെ ഭക്തജനങ്ങളുടെ മുതലാണ് പോയിരിക്കുന്നത്. അത് നീതി നടപ്പാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ കക്കാൻ അറിയുന്നവൻ കട്ടുകൊണ്ടിരിക്കും. കട്ടൊപ്പിക്കാൻ പറ്റും, കാത്തൊപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ചൊല്ലാണ്. കട്ടുകൊണ്ടിരിക്കും. പക്ഷെ അത് കണ്ടെത്താനെങ്കിലും നമുക്ക് കഴിയണ്ടേ? ആ പ്രതികളെ പിടിക്കാൻ സാധിക്കണ്ടേ? ഇത് വെള്ളരിക്കാപ്പെട്ടണമെന്നല്ലല്ലോ. ഇനി അതിലെ എല്ലാ പ്രതികളും നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് കയറിയത് ഏത് ക്രമത്തിലാണോ അതേ ക്രമത്തിൽ അവർ ഇങ്ങോട്ടും ഇറങ്ങി വരും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മളെ നോക്കി പല്ലിളിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ നേതാക്കളായി തന്നെ അവർ വരത്തും. അവരൊരു പക്ഷേ ഇവിടുത്തെ ഭരണകൂടത്തിന്റെയൊക്കെ സ്ഥിരാകേന്ദ്രങ്ങളിൽ വീണ്ടും അവർ കയറി ഇറങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ടാകും. പറ്റിക്കപ്പെട്ടൊരു വിഭാഗം ഭക്തരാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും വൈകാതെ ഹൈക്കോടതിയിൽ കൂടുതൽ ഞങ്ങൾ ഒരു പക്ഷേ ഈശ്വരനെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ച് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവർക്ക് ജാമ്യം കൊടുക്കുമ്പോഴെങ്കിലും, ജാമ്യം കൊടുക്കേണ്ട ദുസ്ഥിതി വരുമ്പോഴെങ്കിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതൊരു CBI അന്വേഷണത്തിന് ഉത്തരവിടും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ ഇപ്പൊ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ആഗ്രഹമാണ്. ഭരണകൂടം ഒരിക്കലും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കില്ല. കാരണം വെക്കുമായിരുന്നെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ വളരെ ശക്തമായ സമരപരിപാടികൾ നടത്തിയതാണ്, അവർക്ക് മുന്നിൽ ഈ ആവശ്യം എത്തിച്ചതാണ്. ഒരു CBI അന്വേഷണം ഇതിന്റെ പുറത്തു വേണം എന്നുള്ളത്. അപ്പോൾ ഹൈക്കോടതിയിലെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇവർക്ക് ജാമ്യം കൊടുക്കുമ്പോഴെങ്കിലും ഈ അന്വേഷണം ശരിയായ വഴിക്കല്ല എന്നും ഇതൊരു പുറത്തുനിന്നുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം എന്ന നിലയ്ക്കുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന നിലയിലുള്ളൊരു പരാമർശമോ മറ്റോ വന്നു എന്നും കേട്ടു. അത് സ്വാഭാവികമാണ് എന്ന് കോടതിയിൽ നിന്ന് പോലും വന്നു പോയാൽ ഈ നാട് ഇങ്ങനെയേ പോകൂ എന്ന ഇതിലേക്ക് ഇവിടുത്തെ ഭക്തജനങ്ങളും എത്തേണ്ടി വരും. ടീച്ചർ, ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള EDയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ കേസുകളിൽ പുറത്തോട്ടിറങ്ങുന്ന പ്രതികളെ ED പിടികൂടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏക ഒരു ആശ്വാസം അത് മാത്രമാണ്, അല്ലേ ടീച്ചർ? അത് ആശ്വാസമാണ്. അവർക്ക് പക്ഷെ പരിമിതികളുണ്ടല്ലോ. അവർക്ക് EDക്ക് അന്വേഷിക്കാൻ കഴിയുന്നതിന്റെ സാമ്പത്തിക വശം മാത്രമല്ലേ, പണത്തിന്റെ കള്ളപ്പണത്തിന്റെയോ അല്ലെങ്കിൽ അത്രയല്ലേ അവർക്ക് സാധിക്കുള്ളൂ. ഈ കൊള്ളയെ പറ്റിയിട്ട് ഇതാര് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് EDക്ക് അന്വേഷിക്കാൻ സാധിക്കില്ലല്ലോ. സാമ്പത്തികമായ വശം മാത്രമല്ലേ അന്വേഷിക്കാൻ പറ്റൂ. നമുക്കൊരു പക്ഷെ വേണമെങ്കിൽ ഇതിന്റെ സാമ്പത്തിക വശം മറക്കാം. കോടികൾ പോയി എന്നുള്ളത്. കാരണം കോടികൾ അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ വരുമാനത്തിന്റെ കോടികൾ എതിലേ പോകുന്നു എന്നറിയാതെ ഭക്തർ തലതിരിഞ്ഞിരിക്കുകയാണല്ലോ. അവര് ഭരണകൂടം തരുന്ന ചില ന്യായീകരണങ്ങൾ മാത്രമാണല്ലോ നമുക്ക് മുന്നിലുള്ളത്. ഏതായാലും ഹൈന്ദവ സമൂഹത്തിന് അതുകൊണ്ട് കാശിന്റെ പ്രയോജനം ഇല്ല. അവിടെ ആരെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടാകാം എന്നതിനപ്പുറത്തേക്ക് അവിടെ പിന്നെ നമുക്കറിയാം, കൈയില്ലാത്തവരും കാലില്ലാത്തവരും ഒക്കെ ബുദ്ധിമുട്ടി അയ്യപ്പന്റെ മുന്നിലെത്തും. 6 മാസം പ്രായമുള്ള കുട്ടിയെ വരെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് ചോറുണ്ണിക്കാൻ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചെത്തും. അങ്ങനെ ആ അവിടെ ചോറുണ്ട് പോകുന്ന മണികണ്ഠന്മാര് അവര് പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നാഴി കഞ്ഞി പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും ശബരിമലയിലെ വരുമാനം പ്രയോജനപ്പെടാറില്ല എന്ന് നമുക്കറിയാം. ഈ കൈയില്ലാതെ കാലില്ലാതെ വരുന്നവർക്ക് പോലും ഒരാഴ്ചത്തെ റേഷൻ വാങ്ങാനുള്ളൊരു വഴി പോലും അവിടുന്ന് കിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് സാമ്പത്തിക വശം വേണമെങ്കിൽ മറക്കാൻ കഴിയും. കാരണം ഇതുവരെ പോയ കോടികളെ പറ്റി അവർ വല്ലാതെ വേവലാതിപ്പെടുന്നില്ലല്ലോ. വിഷമം കടിച്ചിറക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ പരം ഇതിന്റെ സാമ്പത്തിക വശം മറക്കാം. സാമ്പത്തിക വശം ED കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ അതിനോടൊപ്പം നമുക്കറിയേണ്ടത് കത്തവരാരെ ഇത് കക്കാൻ കൂട്ടുനിന്നവരാരെ. കാരണം വിശ്വാസത്തെയാണ് നശിപ്പിച്ചത്. അത്തരം ഒരു കാര്യത്തിന് EDയോടൊപ്പം ഒരു CBI അന്വേഷണം ആവശ്യം.
ഓക്കെ, ടീച്ചർ നിലപാട് വ്യക്തമാണ്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. കട്ടവർ തന്നെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആ അന്വേഷണം ശരിയായ ദിശയിൽ പോകില്ല എന്നാണ് ശശികല ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അനിവാര്യമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് ഹിന്ദു ഐക്യവേദിയും VHPയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ.